പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളൊരു മീനച്ചാർ ഇടാനുള്ള ശ്രമത്തിലാണ്. മീനച്ചാറിനായി ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് വിള, ഞങ്ങളുടെ നാട്ടിലൊക്കെ വിള എന്നു പേരുള്ള മീനാണ്. ആ മീൻ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ മീനിനെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഒരൽപ്പം ചുവന്ന മുളക് പൊടി. അത് നാലും കൂടെ മിക്സ് ചെയ്ത് മീനിൽ പുരട്ടുകയാണ് ചെയ്യുന്നത്. കഴിവതും മുള്ളില്ലാത്ത കഷ്ണങ്ങളായിരിക്കും നല്ല തുണ്ടം മീൻ മേടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം വെള്ളം വലിയാൻ വേണ്ടി മീൻ ഒരു മുറത്തിലോ മറ്റോ വെച്ച് വെയിലത്ത് ഒരു 1-2 മണിക്കൂർ അതിൻ്റെ വെള്ളം ഒന്ന് വലിയാൻ വയ്ക്കണം. ഒരു മണിക്കൂർ കഴിയുമ്പം അത് എല്ലാം ഒന്ന് മറിച്ച് വെച്ച് കൊടുത്താൽ 2 വശവും വെയിലത്ത് വെച്ചാൽ അതിലെ വെള്ളം ഒന്ന് വലിയും. അങ്ങനെ വെള്ളം വലിഞ്ഞാൽ അച്ചാർ കൂടുതൽ കാലം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ വെയിലത്ത് തിരിച്ചും മറിച്ചും വെച്ച് ഉണക്കുക. അങ്ങനെ വെള്ളം വലിഞ്ഞ മീൻ ഇനിയും ചെയ്യേണ്ടത് വറുത്ത് കോരുകയാണ്. ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യാൻ നല്ലെണ്ണയിൽ വറക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ഏതായാലും ഞങ്ങൾ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നത്. വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി അച്ചാറിടുമ്പം നല്ലെണ്ണയിൽ അച്ചാറിടും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ മീൻ വറക്കുന്നത് പോലെ 2 വശവും മറിച്ചിട്ട് വറുത്ത് കോരിയെടുക്കണം. നമ്മളിപ്പോൾ മീൻ വറുത്ത് കോരിയെടുത്തു. ഇനിയും മസാലകൾ ചേർത്ത് അച്ചാറിടാൻ പോവുകയാണ്. അതിനായി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കരിവേപ്പില, ഒരു 2-3 പച്ചമുളക് ഇവയെടുത്ത് വഴറ്റുക. നല്ലെണ്ണ കൂടാതെ വിനാഗിരി, കായം ഇവയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് ചൂടായി അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഇവ പൊട്ടിയതിന് ശേഷം അതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇവയിട്ട് നന്നായി വഴറ്റുക. വഴറ്റിയ എണ്ണയിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഒരൽപ്പം ഉപ്പും ഒരു നുള്ളു കായവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക. ഉപ്പും എരിവും ബാലൻസ് ചെയ്യാൻ അല്പം പഞ്ചസാര ചേർക്കുന്നത് നന്നായിരിക്കും. മസാലകൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് വിനാഗിരി ഒഴിച്ചു. ഒരു 3/4 കപ്പ് വിനാഗിരി ഒഴിച്ചു. നന്നായി ഇളക്കി. മീൻ വറുത്തപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആ വഴറ്റിയ മസാലയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് മിക്സ് ചെയ്ത് നന്നായി ഇളക്കുക. നമ്മുടെ അച്ചാർ റെഡിയായി. അത് ഒട്ടും ഈർപ്പമില്ലാത്ത കുപ്പികളിൽ എടുത്തു വെച്ചാൽ വളരെ ദിവസങ്ങൾ കേടുകൂടാതെ ഇരിക്കും.
എല്ലാവരും പരീക്ഷിക്കുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. താങ്ക് യു.